അപ്പൊ സെഷൻ 2 നമുക്ക് എല്ലാരെയും വിളിച്ചാലോ? ഇന്ന് അപ്പൊ നിങ്ങളുടെ അഹമ്മദ്ക്കാർക്ക് ഞാൻ പൈത്തൺ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കൂടെ കൂടിയോ എല്ലാരും? അപ്പൊ എല്ലാരും കൂടെ കുടിക്കോ. അഹമ്മദ്ക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടെ അങ്ങ് പഠിച്ചോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്താണ് ഒരു പൈത്തൺ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താന്ന് പറഞ്ഞു കൊടുക്കണേ അഹമ്മദ്ക്കാർക്ക്. അപ്പോൾ സംഭവം ഇത്ര ഉള്ള പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മീഡിയം, ഒരു ലാംഗ്വേജ്, അത്രേ ഉള്ളൂ. പ്രോഗ്രാം ലാംഗ്വേജിനെ പോലെ യെസ്. ഇപ്പൊ പൈത്തൺ നമ്മൾ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്. ഓക്കെ, അതേപോലെ പൈത്തൺ ഇപ്പൊ ഒരു സാധനം സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രിന്റ് ആ സാധനം ഡബിൾ കോട്ട്സിനാണ്. എറർ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കുട്ടിയൊക്കെ ഒരുപാട് എറർ വന്ന് നമ്മൾ കഴിഞ്ഞ മെന്റേഴ്സ് പറഞ്ഞായിരുന്നു. അപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മെയിനായിട്ട്. പിന്നെ ഇൻപുട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് എടുക്കാം? ഇൻപുട്ട് എടുക്കുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. ഒരു വേരിയബിൾ കാണും, എന്ന് പറഞ്ഞൊരു വേരിയബിൾ. ആ വേരിയബിളിനകത്തോട്ട് എന്ത് ചെയ്യാം? ഇപ്പോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ജാറ് പോലെ വിചാരിക്കാം. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? വാല്യൂസ് ഇട്ട് വെക്കും. പിന്നെ ഒന്ന് ഈ ജാറ് നോക്കി കഴിഞ്ഞാൽ വാല്യൂസ് അവിടെ കാണും. ഓക്കെ, ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുന്നു. യെസ് യെസ്. ഇൻപുട്ട് ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ടല്ലോ. ഇപ്പൊ കാൽക്കുലേറ്ററിനകത്ത് ഒരു നമ്പർ അടിക്കാൻ പറയാണ്. അപ്പൊ നമ്മൾ 5 എന്ന് പറഞ്ഞാൽ അടിച്ചു. ഈ 5 എന്ന് പറഞ്ഞ് അടിക്കുന്ന നമ്പർ എന്ത് ചെയ്യും? എയിൽ പോയി സ്റ്റോർ. 5 എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുത്താൽ മതി. സോ എ ഈസ് കോൾഡ് വേരിയബിൾ. എന്താ മക്കളെ? വേരിയബിൾ എന്നാ പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? സോ കോൺസ്റ്റന്റ്സ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 5 ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 5 അതിന്റെ വാല്യൂ എവിടെ ചെന്നാലും മാറത്തില്ല. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ a = 5 എന്ന് ഞാൻ എഴുതി. ഞാൻ കുറച്ച് നേരം എഴുതി a = 4. ആ 5 എന്ന് പറഞ്ഞ വാല്യൂ എന്തായിട്ട് മാറും? 4 എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് മാറും അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, സെയിം ആയിട്ട്. ഇതൊന്നും അല്ല നമ്മൾ ഇന്ന് സെഷനിൽ നോക്കാൻ പോണത്. ഇന്ന് നമ്മള് എന്താണ് കണ്ടീഷണൽസ് എന്ന് പറഞ്ഞ കാര്യമാണ് സെറ്റ് ചെയ്യാൻ പോണത്. കണ്ടീഷണൽസ് നമ്മൾ കണ്ടീഷൻ പറയത്തില്ലേ? നീ നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മുട്ടായി തരാം. ഒരു കണ്ടീഷൻ വെച്ചു, നീ നല്ല മാർക്ക് മേടിച്ചാൽ അപ്പൊ എന്ത് ചെയ്യും? മുട്ടായി തരാം. എൽസ് വാങ്ങിച്ചില്ലെങ്കിലോ മുട്ടായി ഇല്ല, അടി കിട്ടും. അത് വേറെ കണ്ടീഷൻ. എന്താണ്? നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ അടി കിട്ടും, എൽസ് അടി കിട്ടത്തില്ല. മുട്ടായി കിട്ടും ഇഫ് ഇന്ന സാധനം ചെയ്തു കഴിഞ്ഞാൽ മുട്ടായി കിട്ടും. മാർക്ക് മേടിച്ചാൽ മുട്ടായി കിട്ടും, എൽസ് അടി കിട്ടും. സിമ്പിൾ. ഓക്കെ, ഒരു കണ്ടീഷൻ പറയണം. അപ്പോൾ നമ്മുടെ ഇതിന് കണ്ടീഷൻസ് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കണ്ടീഷനിലോട്ട് നമുക്ക് വരാം. ഓക്കെ, കണ്ടീഷൻ ആണ് നമ്മുടെ മെയിൻ. നമ്മുടെ എന്താണ് നമ്മുടെ ക്വിസ് ആപ്പ് ബിൽഡ് ചെയ്യുന്ന നമ്മൾ കാര്യം പറഞ്ഞു. അപ്പൊ ക്വിസ് ആപ്പിൽ ഏറ്റവും മെയിൻ കണ്ടീഷൻ ആണ്. ഇവര് മാസ്റ്റർ ആവുകയാണ്. അത് മാത്രമല്ല, ഇവരൊരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് എഴുതാതെ തന്നെ ഇവര് സ്വന്തമായിട്ട് ആപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ആപ്പ് ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് നമ്മൾ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്സ്കില്ലറിന്റെ ഭാഗമായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ സ്നേഹിച്ച് സെറ്റ് നോക്കണ്ട. ഓക്കെ, നിങ്ങൾ ട്രാൻസ്ഫോം ആകും. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അതായത് പൈത്തണിൽ എഴുതുന്ന ഓർഡറിന് എന്തെങ്കിലും എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് നോക്കാൻ പോകും. ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതായത് ഓർഡർ ഓഫ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതൂല. ഇപ്പൊ a = 5, a = 4 എന്ന് എഴുതും. ഇതിന്റെ ഓർഡറിൽ എന്തെങ്കിലും ആദ്യം വരും, ഓർഡറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ, ഓർഡർ തെറ്റിച്ച് എഴുതിയ കുഴപ്പമുണ്ടോ, അത് നമ്മൾ നോക്കാൻ പോണേ. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ലൈൻ ബൈ ലൈൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഞാൻ സപ്പോസ് ഇവിടെ കുറെ കോഡുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒത്തിരി കോഡുണ്ട്. ആദ്യം ഈ ലൈൻ വായിക്കും, പിന്നെ ഈ ലൈൻ വായിക്കും, പിന്നെ ഈ ലൈൻ ഒറ്റയടിക്കല്ല വായിക്കുക. ഓരോ ലൈനാണ് നമ്മുടെ മെഷീൻ ഇൻസ്ട്രക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കോഡ് പ്ലേഗ്രൗണ്ടിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, നമ്മൾ ഗൂഗിൾ കൊളാബിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നമ്മൾ കുറെ കുട്ടികൾ പറയുന്നത് ഗൂഗിൾ കൊളാബ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് GDB കമ്പൈലർ എന്ന് അടിക്കുക. ജസ്റ്റ് ഗൂഗിളിൽ കയറി GDB കമ്പൈലർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിനകത്ത് ഇവിടെ മുകളിൽ, ഇപ്പോൾ ഇതിനകത്ത് സ്ക്രീനിൽ കാണുന്നില്ല, മുകളിൽ ഇവിടെ സൈഡിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പേരുള്ള ഡ്രോപ്പ് ബോക്സ് ആണ്. അതിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ അതിനകത്ത് പൈത്തൺ വരും. ആ പൈത്തൺ സെലക്ട് ചെയ്യുക ജസ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഞാനിപ്പോൾ നോക്കിക്കോണേ.
കാണാൻ പറ്റും. അല്ല, അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകണം, നോക്കണം. ഞാനിപ്പോൾ ഒരു കോഡ് അടിക്കാൻ പോകണം, സിമ്പിൾ കോഡ് അടിക്കാൻ പോകണം. ഓക്കെ, എ ഈക്വൽ ടു 5. ഓക്കെ, ഞാൻ എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട് ഞാൻ കുറച്ച് വലുതായി തരാം. എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട് ഞാൻ 5 വെച്ചു. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട് ഞാൻ എന്ത് ചെയ്തു? 5 വെച്ചു. 5 എയിലേക്ക് ഇട്ടു. എയിലേക്ക് ഇട്ടു. എ എന്ന് പറഞ്ഞ ജാറിനകത്തോണ്ടൊന്ന് 5 വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് എ. ഇതെന്താ അർത്ഥമാക്കുന്നത്? എയിനകത്തുള്ള പ്രിന്റ് ചെയ്യണം. ഞാൻ റൺ ചെയ്യണം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 5 എന്ന ഔട്ട്പുട്ട്. 5 എന്ന റൺ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടി. കണ്ടോ? 5 എന്ന റൺ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അതൊരു എയില് 5 കൊണ്ട് വെച്ച് എന്നിട്ട് എയിലെ പ്രിന്റ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. ഇനി ഞാനൊന്ന് മാറ്റി ചിന്തിക്കാൻ പോകണം. പ്രിന്റ് എ ഈക്വൽ ടു 5. ഇപ്പോഴും നമുക്ക് ഇപ്പൊ എന്ത് സംഭവിക്കാം? നമ്മൾ ആദ്യം പ്രിന്റ് എ ചെയ്തു, എന്നിട്ട് എയിൽ 5 വെച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? വരുത്തില്ലായിരിക്കും. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. എറർ അടിച്ചില്ലേ മക്കളെ? എ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. ജഗ് എടുക്കുക, വെള്ളം ഒഴിക്കും. അതായത് നമ്മൾ ആദ്യം ചെയ്തു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു, എന്നിട്ട് ജഗ് വെച്ചു. പറ്റൂല. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ജഗ്ഗിനകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ജഗ് എടുത്ത് വെക്കണം, എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം, അല്ലെ? ഇതിപ്പോ നമ്മൾ എന്താ ചെയ്താൽ വെള്ളം ഒഴിച്ചു, എന്നിട്ട് ജഗ് എടുത്ത് വെച്ചു. വെള്ളം ഉണ്ടാവില്ല. അതാണ് ഫസ്റ്റ് പ്രിന്റ് എടുത്തിട്ട്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രിന്റ് എ. ഞാൻ പറഞ്ഞു ലൈൻ ബൈ ലൈൻ ആണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ എന്താ? പ്രിന്റ് എ. ഓക്കെ, എടുക്കുമ്പോഴത്തേക്കും എ പറഞ്ഞിട്ടില്ല. വിഷയം ചോദിക്കണം, എന്റെ അടുത്ത് എ പറഞ്ഞിട്ടില്ലല്ലോ. എ എന്താണ്? എന്ത് എ എന്താണ് എന്ന് ചോദിക്കാണ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എ 5 ആണെന്ന് മെഷീൻ പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാവില്ല. ഫസ്റ്റ് എയുടെ വാല്യൂ കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്തപ്പോ എന്താ ചെയ്തേ നോക്കണേ? അപ്പൊ ആദ്യം നമ്മളെന്ത് ചെയ്തേ? എ ഈക്വൽ ടു 5 എന്ന് വെച്ചു. അതിനുശേഷം പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ എന്താ നടന്നേ? എ 5 ആണ് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതൊരു കുട്ടിയെ പോലാണ്. മെഷീൻ എന്ന് പറഞ്ഞൊരു കുട്ടിയെ പോലാണ്. അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആദ്യം പറഞ്ഞു എ അസൈൻസ് 5 എന്ന് വെച്ചാൽ എന്താ? എ 5 ആണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു പ്രിന്റ് ചെയ്യും. എന്താന്ന് ചോദിച്ചു. അപ്പൊ കുട്ടിയാണത്. കുട്ടിക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തായിരുന്നു എ ഈക്വൽ ടു 5 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്ത് കാണിച്ചു. നോക്ക്, റൺ ചെയ്യുമ്പോൾ വല്ലതും വരുന്നു നോക്ക്. അപ്പോ മക്കളെ, എഴുതുന്ന കോഡിന്റെ ഓർഡറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പൈത്തണിനകത്ത്. ഓക്കെ, ഓർഡർ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മള് അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഓർഡറിന്റെ കാര്യം നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് സ്പേസിംഗ് ഇൻ പൈത്തൺ നോക്കാം. സ്പേസിംഗ് ഇൻ പൈത്തൺ. ഓക്കെ, നമുക്കിനി സ്പേസിംഗ് ഇൻ പൈത്തൺ നോക്കണേ, ശ്രദ്ധിച്ചോണേ. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ സ്പേസും പൈത്തണിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം പറയാം, എനിക്ക് പൈത്തൺ ഒന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളെപ്പോഴാണ് എന്റെ അവസ്ഥ. ഇപ്പം പ്രോഗ്രാമിംഗ് വിരോധിയാണ്. ഞാൻ പ്രോഗ്രാമിംഗ് ഇഷ്ടമല്ലാത്തിരുത്തില്ല. അപ്പൊ എന്നെ കൊണ്ട് പ്രോഗ്രാമിംഗ് ഇഷ്ടപ്പെടിപ്പിക്കുവാണ് ഇവിടെ. ഇഷ്ടപ്പെടൂ. നോക്കാം. ഞാൻ നോക്കി മാറ്റില്ലായിരുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, എ ഈക്വൽ ടു സപ്പോസ് എ ഈക്വൽ ടു 8 വെച്ച് ബി ഈസ് ഈക്വൽ ഈക്വൽ ടു 6 വെച്ചു. ഓക്കെ, ബി ഞാൻ സ്പേസ് കൊടുത്താണ്. എനിക്ക് അറിയാതെ ഞാൻ കയ്യിൽ തട്ടി സ്പേസ് വീഴും. ബി ഈക്വൽ ടു 9 വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പ്രിന്റ് എ കൊടുക്കാൻ പോവാണ്. സോ റൺ കൊടുക്കാം. പക്ഷെ എന്ത് സംഭവിച്ചു ഇവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ഇൻഡന്റേഷൻ എററെന്നും പറഞ്ഞ് കാണുന്നുണ്ടോ? യെസ് കാണുന്നുണ്ട്. നമ്മൾ പ്രിന്റ് വേറെ പിന്നെ എന്താ ഇവിടെ ഇൻഡന്റേഷൻ എറർ വന്നേ? യെസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇൻഡന്റേഷൻ എന്താണെന്ന് അറിയാം? ഇൻഡന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് വാക്കാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ സ്പേസും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കോഡ് എഴുതുമ്പോൾ ബിക്ക് മുമ്പ് നമ്മളൊരു സ്പേസ് കൊടുത്താൽ നമ്മൾ എ ഈക്വൽ ടു 6 എന്ന് എഴുതി, എന്നിട്ട് ബി നോക്കി ഇവിടെ സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ ബി ഈക്വൽ ടു 5 എന്ന് എഴുതുന്നത്. നമ്മൾ കോഡ് എഴുതുമ്പോൾ എപ്പോഴും ഒരേ സ്പേസ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. കോഡ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പേസ് ഇട്ടിട്ട് എ ഈക്വൽ ടു 6 സ്പേസ് ഇട്ട് ബി ഈക്വൽ ടു 5 എഴുതിയാലോ? ട്രൈ ചെയ്ത് നോക്കാം. എന്താ പാഠം? മാറ്റില്ല. ഓക്കെ, എപ്പോഴും മറന്നു. അപ്പൊ ഞാൻ എയ്ക്കും കൂടെ സ്പേസ് കൊടുക്കാൻ പോകണം. എന്താ സംഭവിക്കാം? ഇൻഡന്റേഷൻ. സ്പേസ് കൊടുക്കാൻ പാടില്ല. സ്പേസ് കൊടുക്കേണ്ട സ്ഥലം ഉണ്ട്. അത് പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ
സ്പേസ് എന്ത് ചെയ്യണം, നമ്മളെല്ലാം ഒരേ നിരയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി എഴുതാൻ വേണ്ടി. അപ്പൊ ആവശ്യമില്ലാത്ത സ്പേസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷ കയ്യിൽ നിന്ന് എഴുതുന്ന പോലെ ഇവിടെ ആവശ്യമില്ലാത്ത സ്പേസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഓരോത്തിനും അതിൻ്റെ തന്നെ റൂൾസ് ഉണ്ട്, പൈത്തൺ അതിൻ്റെതായ റൂളുകളുണ്ട്. ഓക്കെ, അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അത് സ്പേസിങ്ങിന്റെ കാര്യം കൂടി കിട്ടിയല്ലോ. സ്പേസിന്റെ കാര്യം ഓക്കെ ആണ് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോണത് വേരിയബിൾ അസൈൻമെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഒരു വേരിയബിളിൽ തന്നെ പല പല സാധനങ്ങൾ വെക്കാൻ പറ്റൂല എന്ന് നോക്കാൻ പോവാം. ഓക്കെ, കാണിച്ചു തരാം. ഇപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പോവാം, എ ഈക്വൽ ടു എ ഓട്ടെ, നമുക്ക് വേറൊരു വേരിയബിൾ എപ്പോഴും എ എടുക്കണല്ലോ. അഹമ്മദ്, അല്ല സ്പെല്ലിംഗ് സോറി, അഹമ്മദ്. അഹമ്മദ് ഈക്വൽ ടു 999. ഓക്കെ, ഓക്കെ, സിമ്പിൾ കൊടുക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, പ്രിന്റ് അഹമ്മദ്. ഓക്കെ, പ്രിന്റ് അഹമ്മദ് 99. ഓക്കെ, അഹമ്മദാണ്. സോറി, അഹമ്മദ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, 99 അല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അഹമ്മദ് അഹമ്മദ് ഈക്വൽ ടു 10 കൊടുക്കുവാണ്. എന്നിട്ട് പ്രിന്റ് ആദ്യം നമ്മള് കമ്പ്യൂട്ടറിൽ നിന്ന് പറഞ്ഞു അഹമ്മദ് 99. ഫസ്റ്റ് അപ്പൊ പ്രിന്റ് വരുമ്പോ എന്ത് വരും, ലൈൻ ബൈ ലൈൻ ആണ് പ്രിന്റ് ചെയ്യുക. അഹമ്മദ് സീൻ തന്നെ ആണോ? ഫസ്റ്റത്തെ പ്രിന്റില് 99 വന്നേ. രണ്ടും പേര് അഹമ്മദ് തന്നെ കൊടുത്തേ, രണ്ടിന്റെ വേരിയബിൾ സെയിം ആണ്, പക്ഷെ അതിനകത്ത് വെച്ച വാല്യൂ എന്ത് ചെയ്തു, മാറി. അതാണ് സംഭവം. ഫസ്റ്റിലേക്ക് നോക്കുമ്പോൾ 99, പിന്നെ രണ്ടാമത് 10 കൊടുത്തത്. ഇങ്ങനെ ആലോചിക്കുക. അതായത് ഇപ്പോ ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിന് അടുത്ത് പറഞ്ഞു കൊടുത്തു അഹമ്മദ് 99 ആണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് അഹമ്മദ് എത്ര, 99. എന്നിട്ട് രണ്ടാമത് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ മാറ്റി പറഞ്ഞു അഹമ്മദ് 10 ആണ്. കണ്ടോ? എന്നിട്ട് ഞാൻ എടുത്ത് ചോദിക്കുക അഹമ്മദ് എത്ര, 10. ഒരു കുഞ്ഞു കുട്ടി ട്രീറ്റ് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടർ ട്രീറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. പൈത്തൺ സിമ്പിൾ ആണ് മക്കളെ. ഓക്കെ, ബാക്കിയുള്ള പ്രോഗ്രാം സിമ്പിൾ ആണ്. ബാക്കിയുള്ള പ്രോഗ്രാം പഠിച്ച് വെറുത്തുപോയി പ്രോഗ്രാമിംഗ്. അതാണ് എന്റെ അവസ്ഥ. ഓക്കെ, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റെതായ റോൾസ് ഉണ്ട്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ഗെയിം ബിൽഡ് ചെയ്യാം, മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മുടെ മാസ്റ്റർ കോഴ്സിൽ വരുന്നുണ്ട്. നമ്മൾ ബേസിക് കോഴ്സ് ആണ്. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് മൊത്തം സെറ്റ് ആവും. ഓക്കെ, ഓക്കെ. സോ അടുത്ത നമ്മൾ നോക്കാൻ പോണത് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ പേര് കേട്ട് പേടിക്കേണ്ട മക്കളെ, വളരെ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സ്ട്രിംഗ് എന്ന് പറഞ്ഞു തന്നെ. എന്താണ് അഹമ്മദ് സ്ട്രിംഗ് എന്താണ് പറഞ്ഞു? സ്ട്രിംഗ് അറിയില്ല, സ്ട്രിംഗ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് പല പല ഡേറ്റ ടൈപ്പ് ഉണ്ട്. നമ്പേഴ്സ് 1, 2, 3, 4 ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിജർ എന്നാണ്. അതിന് നമ്മൾ ഇൻഡ് എന്ന് എഴുതി റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ 1.1, 60.3 ഇങ്ങനത്തെ പോയിന്റ് ഡെസിമൽ വരുന്ന നമ്പേഴ്സ് നമ്മൾ ഫ്ലോട്ട് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഫ്ലോട്ട് എന്നാണ് വിളിക്കുക. ഇനി ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, എക്സാമ്പിൾ അഹമ്മദ്, സനാസ്. ഓക്കെ, അതേപോലെ തന്നെ അപ്സ്കില്ലർ. യെസ്, ഇങ്ങനത്തെ പേരുകളുണ്ടല്ലോ, പേരുകൾ, വേർഡ്സ്, ലെറ്റേഴ്സ്. ഇപ്പൊ ഞാൻ പറയാണ് ഐ ആം എ ബോയ്, ദിസ് ഇസ് സ്ട്രിംഗ്. ഇതെന്താണ്? ഒരു സ്ട്രിംഗ് ആണ്. ഇത് എന്ത് ഡാറ്റ ടൈപ്പ് ആണ്? സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ്. ഇപ്പം ഇതെല്ലാം സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണ്. ഈ വേർഡ്സ് കൊണ്ട് ക്യാരക്ടേഴ്സ് വരാം, എല്ലാം വരാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, 1 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ അത് ഇൻഡ് ആണ്. യെസ്, ഞാൻ 1നെ ഡബിൾ കോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ആണ്. യെസ്, ഡബിൾ കോട്ട്സിനകത്ത് വരുന്ന എല്ലാ സ്ട്രിംഗ്സ് ആണ്. അപ്പോഴോട്ടെ ഇതിപ്പോ സനാസ് ഇങ്ങനെ എഴുതിയത് ഇത് അൺഡിഫൈൻഡ് ആയിപ്പോ. സനാസിന് ഡബിൾ കോട്ട്സ് കൊടുക്കണം, എന്നാലേ സ്ട്രിംഗ് ആവും. കണ്ടോ? 1.1 സ്ട്രിംഗ് കൊടുത്താൽ ഡബിൾ കോട്ട്സ് കൊടുത്ത സ്ട്രിംഗ് ആവും. അപ്പൊ എന്തും ഡബിൾ കോഡ് എടുത്തില്ല സ്ട്രിംഗ് ആവും. ഇപ്പം വെറുതെ അഹമ്മദ് സനാസ് എഴുതിയല്ലോ, അൺഡിഫൈൻഡ് ആവും. കാണിച്ചു ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുവാണ്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി എയിൽ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാണ് അഹമ്മദ്. ഓക്കെ, എന്നിട്ട് പ്രിന്റ് പ്രിന്റ് എ. അപ്പോ അഹമ്മദ് ആണല്ലേ പ്രിന്റ് ചെയ്യേണ്ടി വരണ്ടേ? നോക്കണേ,
നെയിം അഹമ്മദ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അഹമ്മദ് ഡിഫൈൻഡ് അല്ല. അഹമ്മദിനോട് സ്ട്രിങ് കൊടുത്താൽ അഹമ്മദിന്റെ അവിടെ ഡബിൾ കോട്ട്സ് കൊടുത്ത് നോക്കാം. ഡബിൾ കോട്ട്സ് കൊടുക്കുമ്പോൾ അഹമ്മദ് ഒരു സ്ട്രിങ് ആയിട്ട് മാറും. അപ്പം പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഹമ്മദ് സിമ്പിൾ. ഇതേപോലെ വേറെ സാധനമാണ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പ്രിന്റ് ചെയ്യുന്ന കൊടുത്തില്ലേ, പ്രിന്റ് ഡബിൾ കോട്ട്സ് എന്തായിരിക്കും ഉണ്ടാവുക? അഹമ്മദ് ഡബിൾ കോട്ട്സ് ചെയ്തു. ഞാൻ പറഞ്ഞു ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്ന എല്ലാ സാധനം എന്താണ്? സ്ട്രിങ് ആണ്. അപ്പൊ ഈ സ്ട്രിങ് പ്രിന്റ് ആവും. നോക്കണേ, അഹമ്മദ് പ്രിന്റ് ഡബിൾ കോട്ട്സ് പ്രിന്റ് എ കൊടുത്തപ്പോ അഹമ്മദ് തോന്നുന്നു, കാരണം എക്കകത്തുള്ളത് അഹമ്മദാണ്. ഓക്കെ, പ്രിന്റ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. ഓക്കെ, പ്രിന്റ് എക്കകത്ത് അഹമ്മദിനെ വെച്ചേക്കുന്നേ. ഓക്കെ, അപ്പൊ വെറുതെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഹമ്മദ് പ്രിന്റ് ആവും. ഡബിൾ കോട്ട്സ് എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾ അല്ല, അത് കോൺസ്റ്റന്റ് ആയി, സ്ട്രിങ് ആയി കഴിഞ്ഞു. അപ്പോ ഡബിൾ കോട്ട്സിനകത്ത് എന്ത് സാധനം? ഇപ്പൊ ഡബിൾ കോട്ട്സിനകത്ത് ഞാൻ എന്ത് പ്രിന്റ് ചെയ്തു? ഡബിൾ കോട്ട്സ് അലീന്ന് പ്രിന്റ് ചെയ്ത് ഞാൻ അലി വരും. ഡബിൾ കോട്ട്സിനകത്ത് എന്ത് പ്രിന്റ് ചെയ്താലും അത് അതേപോലെ. വെൽക്കം ടു അപ്സ്കിൽ എന്ന ഡബിൾ കോട്ട്സിനകത്ത് പ്രിന്റ് ചെയ്താലോ വാട്ട് ഹാപ്പൻസ്? വെൽക്കം ടു അപ്സ്കിൽ. അപ്പം പ്രിന്റ് ഫസ്റ്റ് പ്രിന്റ് വന്നു, അതിന് ശേഷം യെസ് വെൽക്കം ടു അപ്സ്കിൽ ഉണ്ടോ? വെറുതെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ ഏതാണോ ആ വേരിയബിളിൽ അകത്തുള്ള സാധനം അത് പ്രിന്റ് ആവും. ഡബിൾ കോട്ട്സിനാണ് കൊടുക്കുന്നെങ്കിൽ ആ സാധനം തന്നെ പ്രിന്റ് ആവും. സെറ്റ് അല്ലേ? നമ്മൾ ഇതുവരെ കോൺകാറ്റിനേഷനിലോട്ട് വന്നില്ല. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ട്രിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ പിള്ളേർക്ക് പഠിപ്പിച്ചു കുറച്ച് നമ്മൾ കവർ ചെയ്തായിരുന്നു. ഞാനിപ്പോ ഒരു പ്രോഗ്രാം പറയാം. ഓക്കെ, പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത് പ്രോഗ്രാമിൽ ആദ്യം നമ്മുടെ അടുത്ത് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, നമ്മൾ ചോദിക്കും എന്താണ് നമ്മുടെ പേരെന്ന പ്രോഗ്രാമിൽ. നമ്മളിങ്ങനെ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ അടുത്ത് പ്രോഗ്രാമിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻപുട്ട് എന്ത് ചെയ്യും? നമ്മുടെ പേര് അടിച്ചു കൊടുക്കും. ഇൻപുട്ടിൽ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് സനാസ്, എൻ്റെ പേര് അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യണം ഹലോ സനാസ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഒന്നുകൂടെ പറയാം. നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ ഏതൊരു ആപ്പ് മീൻസ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ ഒരു ആപ്പ് പോലെ ഉണ്ടാക്കുമ്പോൾ ഓക്കെ പ്രോഗ്രാം തുറക്കുമ്പോൾ നമ്മുടെ ഇത് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം. എന്നിട്ട് താഴെ അടിക്കുക ഒരു സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്റെ പേര് അടിച്ചു കൊടുക്കും. ആപ്പ് തുറക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഗിൽസ് ആപ്പ് ബിൽഡ് ചെയ്യും. അപ്പം ഒരു കുട്ടി ഗിൽസ് ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നെയിം എന്ന് പറഞ്ഞ സ്പേസ് കാണിക്കുമല്ലോ. അപ്പൊ നമ്മൾ സനാസ് എന്ന് അടിച്ചെടുത്താൽ സനാസ് അടിച്ചു കൊടുക്കുമ്പോൾ താഴെ എന്ത് ചെയ്യും? ഹലോ സനാസ് എന്ന് പ്രിന്റ് ചെയ്യും. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോ നമ്മൾ ഈ നമ്മൾ ഈ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയാലോ? കോൺകാറ്റിനേഷൻ യൂസ് ചെയ്താൽ ഈ ഹലോ സനാസ് വരുന്നത്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഹലോ എന്നാണെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് ഞാൻ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് സ്റ്റോർ ചെയ്തു. എ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് കുഴപ്പമുണ്ടോ? ഇല്ല. ബി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഞാൻ സനാസ് എന്ന് സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കും. ഇതൊരു സ്ട്രിങ് ആണ്. ബി എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഹലോ സനാസ് സ്റ്റോർ ചെയ്തു. എൻ്റെ ചോദ്യം ഇതാണ്, ഇതെങ്ങനെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യും? നോക്കേ, സപ്പോസ് നമുക്ക് അത് ചെയ്തു ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ പോകും. യെസ്, അപ്പൊ നല്ല ഹലോ സനാസ് വരും. ഇപ്പം സാധാരണ എ വരും, പിന്നെ ബി വരും. ഒറ്റ ലൈനിൽ എയും ബി വരും. അതെങ്ങനെയാന്ന് നോക്കാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എ എന്ന് പറഞ്ഞ സനാസ്, ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇനിഷ്യൽ കൊടുക്കാം എസ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? സനാസ് എസ് എന്ന് പ്രിന്റ് ചെയ്യണം. ഞാൻ ട്രൈ നോക്കട്ടെ. പ്രിന്റ് എ പ്രിന്റ് ബി എന്ന് സംഭവിക്കാൻ നോക്കാം. സനാസ് വരും, പിന്നെ എസ് വരും. ആ സനാസ് വന്നു, പിന്നെ എസ്. പക്ഷെ ഇതാണ് നമുക്ക് വേണ്ടത്. അല്ല, നമുക്ക് സനാസ് എസ് ഒരു പ്രിന്റിനകത്ത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ആ സാധനം പ്രിന്റ് ചെയ്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് അടുത്ത പ്രിന്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ രണ്ട് ലൈനായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ ഹലോ സനാസ്, ഹലോ താഴെ സനാസ് വേറെ, ഹലോ സനാസ് ഒറ്റ ലൈനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണത്? ഒറ്റ ലൈനിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. അതെങ്ങനെ പ്രിന്റ് ചെയ്യാം നോക്കിക്കോളാം. അതിന് നമ്മൾ ചെയ്യാൻ പോണ കാര്യമാണ് കാണിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടു. അതായത് ഞാൻ എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സനാസിനെ പ്രിന്റ് ചെയ്തു. സോറി, ബി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഞാൻ എന്ത് ചെയ്തു? എസ് എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിന്റ് എ
പ്രിന്റ് ബി എന്ന് കൊടുത്തു. അപ്പൊ എന്താ പറ്റിയത്? സനാസിനെയാണ് ലൈനിൽ ഡിറ്റക്ട് ചെയ്തത്. അല്ല, എ എന്ന് പറഞ്ഞ സനാസ് ആണ്, അപ്പൊ സനാസ് മാത്രം പ്രിന്റ് ചെയ്തു. ബി എന്ന് പറഞ്ഞ എസ് ആണ്, അപ്പൊ എസ് മാത്രം പ്രിന്റ് ചെയ്തു. നമ്മൾ 2 ലൈനിലായി പോയി. നമുക്ക് വേണ്ടത് ഒറ്റ ലൈനാണ് സാധനം. ഒറ്റ ലൈന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനെ കൂടെ ചേർക്കുക, ഒന്നിപ്പിക്കുക. ഓക്കെ, സനാസിനെ ഒരുമിച്ചാക്കണം. അതെങ്ങനെ ഒരുമിപ്പിക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നോക്കോ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് ചിഹ്നം യൂസ് ചെയ്താൽ മതി. എന്ത് യൂസ് ചെയ്താൽ മതി? പ്ലസ് ചിഹ്നം. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് പ്രിന്റിനകത്ത് എക്കകത്താണല്ലോ ഹലോ എന്ന് കിടക്കുന്നത്, പ്ലസ് ഇടുക. ബിക്കകത്താണല്ലോ സനാസ് എന്ന് കിടക്കുന്നത്, പ്ലസ് ബി. ഇങ്ങനെ ചെയ്തു നോക്കിയാലോ ഇപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മൾ ഈ മാത്സിലൊക്കെ ചെയ്യുന്ന സോറി മറന്നു പോകും. അതാണ് മുമ്പ് നിങ്ങളാണ് ഇപ്പം നമ്മളങ്ങനെ ചെയ്ത് നോക്കാം. എന്റെ കൂടെ പ്ലസ് അടിക്കുക, ബി മാത്സ് 5 5 10 അതുപോലെ തന്നെ 2 സ്ട്രിങ്ങുകൾ ഒരുമിച്ചാക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്ലസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോ 2 നമ്പർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. സനാസ് അതായത് 2 ഒരുമിച്ച് വന്നു അല്ലേ? നമുക്ക് എന്ത് വേണം? ഇടയ്ക്ക് സ്പേസ് വേണം. സ്പേസ് വരുത്താൻ വേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ഒരു ഡബിൾ കോട്ട്സ് കൊടുക്കുക. എന്നിട്ട് ഈ ഡബിൾ കോട്ട്സിന്റെ അകത്തുണ്ടല്ലോ, ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഡബിൾ കോട്ട്സിന്റെ അകത്തുണ്ടല്ലോ സ്പേസ് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇതും കൂടെ ഇവിടെ പ്ലസ് ചെയ്യുക. കണ്ടോ? ഈ ഡബിൾ കോട്ട്സിനകത്തുള്ള എല്ലാം എന്താണ്? ഒന്നുമില്ല, സ്ട്രിങ് ആണ്. അപ്പൊ ഈ സ്പേസ് ഇതിനകത്ത് എന്തുവാ? സ്ട്രിങ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എ പ്രിന്റ് ചെയ്യും, എന്നിട്ട് ഒരു സ്പേസ് പ്രിന്റ് ചെയ്യും, പിന്നെ ബി പ്രിന്റ് ചെയ്യും. നോക്കിക്കോ, കേട്ടോ? അതായത് നോർമലി നമ്മളിപ്പോ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്പേസ് അടിക്കും. ഇപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മള് ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഇത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു ടേം, ബി എന്ന് പറയുന്ന വേറെ ടേം, അതിന്റെ ഇടയിൽ പുതിയൊരു ടേം പോലെ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ 2 വേരിയബിൾ എടുക്കുക. 2 വേരിയബിൾ എടുക്കുക. ആ 2 വേരിയബിൾ ഒന്ന് പ്രിന്റ് ചെയ്യാൻ എന്നിട്ട് ശ്രമിച്ചു നോക്കുക. അതായത് നിങ്ങളുടെ പേരും ഹലോ നിങ്ങളുടെ പേര് ഇപ്പൊ എ എന്ന് അടിച്ചിട്ട് സപ്പോസ് എന്താണ് നിങ്ങളുടെ പേര്, അതിനെ എന്ത് ചെയ്യുക? ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഇപ്പൊ ഞാൻ അഹമ്മദ് എന്ന് കൊടുക്കണം. ഓക്കെ, ബിയിൽ എന്താണോ? ബിയിൽ സപ്പോസ് അപ്സ്കില്ലർ. ബിയിൽ ഞാൻ കൊടുക്കുവാണ് അപ്സ്കില്ലർ. ഓക്കെ, എനിക്ക് എയും ബിയും കൂടെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് എ പ്ലസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അഹമ്മദ് അപ്സ്കില്ലർ എന്ന് ഒരുമിച്ച് പ്രിന്റ് ആവും. പകരം നമ്മൾ അഹമ്മദ് എടുത്തിട്ട് ഷിഫ്റ്റ് ഡബിൾ കോട്ട്സ് അല്ലേ? ഡബിൾ കോട്ട്സ്, 2 ഡബിൾ കോട്ട്സ് പിന്നെ വീണ്ടും ഒരു പ്ലസ്. ഡബിൾ കോട്ട്സിന് സ്പേസ് ആയിക്കോട്ടെ ഇവിടെ. ഇവിടെ സ്പേസ്. യെസ്, റൺ ചെയ്ത് നോക്ക്. ഓക്കെ, ഇപ്പൊ ഞാൻ റൺ ചെയ്യുമ്പോൾ കണ്ടോ അഹമ്മദ് അപ്സ്കില്ലർ. നിങ്ങൾ ഇത് കൊടുത്തില്ലെങ്കിൽ വെറും അഹമ്മദ് അപ്സ്കില്ലർ എന്ന് എ പ്ലസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഹമ്മദ് അപ്സ്കില്ലർ എന്ന് പറഞ്ഞ് ചേർന്ന് വരും. പക്ഷെ നമുക്ക് സ്പേസ് ആണ് അഹമ്മദ് സ്പേസ് ആയിട്ടാണ് അപ്സ്കില്ലർ വരുന്നത്. ഇനി നമുക്കിത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എയിലും ബിയിലും ഒന്നും ആക്കാതെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പ്രിന്റ് ഓക്കെ ഹായ്. ഓക്കെ, സപ്പോസ് ഞാൻ ഹായ് എന്ന് പറയാം. ഓക്കെ, ഹായ്. ഞാൻ ഇവിടെ തന്നെ സ്പേസ് കൊടുക്കാം. ഐ ആം. കണ്ടോ? ഈ സ്ട്രിങ്ങിനകത്ത് സ്പേസ് കൊടുത്താലും കുഴപ്പമില്ല, ഇത് അതേപോലെ പ്രിന്റ് ആവും. ഓക്കെ, കണ്ടോ? ഇനി നമുക്ക് വേറെ രീതി ചെയ്യാം. ചായ മാറ്റാം. നോക്കൂ, ഹലോ പ്ലസ് സ്പേസ് കൊടുക്കുക പ്ലസ് അപ്സ്കില്ലർ. കണ്ടോ? ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്, സ്പേസ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്, അപ്സ്കില്ലർ എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. ഹലോ അപ്സ്കില്ലർ ഒന്നെങ്കിൽ ആ 2 സ്ട്രിങ്ങും ഒറ്റ സ്ട്രിങ്ങിലാക്കുക, അല്ലെങ്കിൽ വേറെ ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഉണ്ടല്ലോ, ഹലോ ഇട്ടിട്ട് അങ്ങനെ എ പ്ലസ് ബി ആക്കാൻ പറ്റില്ല. എ പ്ലസ് ബി ആയിരിക്കും വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, നമുക്ക് ഒരു സ്ട്രിങ്ങിനെയും വേറെ സ്ട്രിങ്ങിനെയും മാത്രമേ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഞാൻ എന്ത് ചെയ്യണം? ഹലോ പ്ലസിന്റെ പേരാണ് കോൺകാറ്റിനേഷൻ. അതായത് നമ്മളിപ്പം ഇതിൽ അഡീഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ കോൺകാറ്റിനേഷൻ. സോറി, നമുക്കേ ഒരു സ്ട്രിങ്ങിനെയും വേറെ സ്ട്രിങ്ങിനെയും മാത്രമേ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സപ്പോസ് ഞാനൊരു സ്ട്രിങ്ങും ഇതൊരു ഇൻഡർ അല്ലേ, ഞാൻ കോഡ്സിനകത്ത് എഴുതാത്ത
കോഡ്സിനകത്ത് 2 എഴുതിയില്ലെങ്കിൽ അത് ഇൻഡിജർ അല്ലേ? ഇൻഡിജറും ഒരു സ്ട്രിങ് കൂടെ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോക്കേ, എറർ വന്നു കേട്ടോ. നോട്ട് ഇഞ്ച് ഇഞ്ചും സ്ട്രിങ്ങും കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രിങ് തന്നെ വേണം. ഇന്റിജറിനെ കോൺകാറ്റിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ് അടുപ്പിച്ച് ചേർത്ത് വെക്കുന്നത്. അവിടെ ഇന്റിജറിനെ കോൺകാറ്റിനേറ്റ്, ഇന്റിജർ 2+2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സ്ട്രിങ്ങുകളാണ് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്. വാക്കുകളാണ് ചേർത്ത് നമ്മൾ വെക്കേണ്ടത്. മറ്റേ നമ്മൾ ഇനിയിപ്പോ നിനക്ക് 2 ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 2നെ നീ എന്താക്കണം, ഒരു സ്ട്രിങ് ആക്കണം. എങ്ങനെ സ്ട്രിങ് ആക്കാം? ഡബിൾ കോട്സിനകത്ത് കൊടുത്താൽ മതി. നോക്ക്, ഇപ്പൊ നിങ്ങൾക്കൊരു ഇതും ഒരു വാക്കി തന്നെ 2 അർത്ഥമെങ്കിൽ സ്ട്രിങ് ആക്കിയാൽ മതി. ഓക്കെ, സോ നമ്മൾ അതിൽ കൂടുതൽ ടൈം കളയുന്നില്ല. നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് വരണം. ഓക്കെ, ഇനി നോക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പിന്നെ സ്പേസിങ്ങിന്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മള് ഓർഡറിന്റെ കാര്യം പറഞ്ഞു, സ്പേസിങ്ങിന്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ സ്ട്രിങ് കോൺകാറ്റിനേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഇനി നമ്മൾ നോക്കാൻ പോണത് സ്ട്രിങ് റിപ്പീറ്റേഷൻ. ഒരേ സ്ട്രിങ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെക്കണം എന്ന് വിചാരിക്കും. ഒരേ സ്ട്രിങ്, സപ്പോസ് ഞാൻ പറയാണ്. ഓക്കെ, അതായത് എനിക്കിപ്പോ ഇങ്ങനെ പ്രിന്റ്, ഓക്കെ നമ്മളിത് പ്രിന്റ് ചെയ്തില്ല, ഇത് പ്രിന്റ് ചെയ്തില്ല, ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തില്ല. നോക്കോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞു അല്ലേ? ഇതിനാണ് നമ്മൾ വന്നത് അല്ലേ? നോക്കോ, നമുക്കത് നമ്മുടെ കോഡിംഗ് പ്ലേഗ്രൗണ്ടിലോട്ട് പോകാം. നോക്കോ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ പ്രോഗ്രാമിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കണം. അതെങ്ങനെ പ്രിന്റ് ചെയ്യാം? പ്രിന്റ് സ്ട്രിങ്ങിനകത്ത് വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ അല്ലേ? ഇനി പറയണാവുന്നത് എന്തായിരിക്കും അടുത്ത ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ പേര് അടിച്ചു കൊടുക്കണം. പേര് അടിച്ചു കൊടുക്കണമെങ്കിൽ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് വെറുതെ അടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇൻപുട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. എവിടെ സ്റ്റോർ ചെയ്യും? ഏതെങ്കിലും വേരിയബിൾ എയോ ബിയോ സിയോ ഡിയോ വേരിയബിൾ നമ്പർ ആവാൻ പറ്റില്ല കേട്ടോ. അക്ഷരങ്ങൾ തന്നെ കൊടുക്കണം. ABCD. ഞാനിപ്പോ ഇസഡ് എടുക്കുവാണ്. ഓക്കെ, ഒരു വെറൈറ്റി ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? യുവർ നെയിം. ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് വാട്ട് ഈസ് യുവർ സനാസ്? അല്ലല്ല, ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞായിരുന്നു. ഇൻപുട്ട് എങ്ങനെ കൊടുക്കുക? ഇൻപുട്ട് ഇങ്ങനെ ഇസഡ് ഈസ് ഈക്വൽ ടു, മക്കളെ മറന്നുപോയോ? ഇൻപുട്ട് സോറി, 2 ആയില്ല, 1 ആയി. ഇൻപുട്ടിനകത്ത് നമ്മൾ ഇത് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, ഇൻപുട്ട് ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തോ നമ്മൾ കൊടുത്തിട്ട് വേണം ബാക്കി ചെയ്യാനെന്ന് മനസ്സിലാവും. ഞാൻ മെഷീൻ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് സാധനം ഞാൻ എന്ത് ചോദിക്കണം? വാട്ട് ഈസ് യുവർ നെയിം. അപ്പം നീ ഇൻപുട്ട് കൊടുക്കുമ്പോ ഓക്കെ ഇവൻ ഉത്തരം പറയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇപ്പൊ ഇവനാണ് മെഷീൻ എന്ന് വിചാരിക്കും, ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കണം പ്രിന്റ് വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ നീ എന്ത് ചെയ്യും? വാട്ട് ഈസ് യുവർ നെയിം എന്നത് ചോദിക്കും, പ്രിന്റ് ചെയ്യും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവന് മനസ്സിലായി ഞാൻ എന്തോ ഇവന് ഇൻപുട്ട് കൊടുക്കാനുണ്ട്. ഇപ്പൊ ഇവനെ വെയിറ്റ് ചെയ്യും ഇൻപുട്ടിന് വേണ്ടിട്ട്. കാണിച്ചു തരാം, നോക്കിക്കോ. ഓക്കെ, അപ്പോ ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് അടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻപുട്ട് നമ്മുടെ പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ ഇൻപുട്ട് കൊടുത്ത സാധനവും മറ്റേ മാച്ച് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഹലോ സനാസ് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് ഇൻപുട്ട് അയച്ചു തരും. സനാസ് അടിച്ചു തരും. അപ്പൊ നമുക്ക് വേണ്ടത് ഹലോ സനാസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹലോ പ്രിന്റ് ഹലോ എന്ന് വരണ്ടേ. ഇനി ഹലോന്റെ കൂടെ എന്ത് വരണ്ടേ? ഇൻപുട്ട് ആണ്. എന്റെ പേര് എവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്? ഇൻപുട്ട്. അപ്പൊ ഇസഡിനകത്ത്. അപ്പൊ എന്ത് ചെയ്യണം? കോൺകാറ്റിനേറ്റ് ചെയ്യണം ഇതിന്റെ കൂടെ പ്ലസ് സെഡ് അല്ലെ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റൺ. ഫസ്റ്റ് പ്രിന്റ് ചെയ്തു വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, ഞാൻ അപ്സ്കില്ലറിന് ഇതാണ് ഇപ്പം ഇൻപുട്ട് ആണ്. നമ്മൾ വാട്ട് ഈസ് അപ്സ്കില്ലർ, വാട്ട് ഈസ് യുവർ നെയിം ഫസ്റ്റ് ലൈൻ. നമ്മൾ ഇൻപുട്ട് ഈ സെഡ് ആണ്, അപ്സ്കില്ലർ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. സോറി ഇവിടുത്തെ എറർ എന്താന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ഹലോയും സെഡും നമ്മൾ സ്ട്രിംഗ് ആയിട്ട് കൊടുത്തു. ഇവിടെ സെഡിന് എന്ത് ചെയ്യാൻ പാടില്ല? സ്ട്രിംഗ് ആയി കൊടുക്കാൻ പാടില്ല. കാരണം സെഡിനകത്ത് വാല്യൂ ഇരിപ്പുണ്ട്, സ്ട്രിംഗ് അല്ല. നിങ്ങൾ എറർ പറ്റുന്നുണ്ടോ നോക്കിയാൽ നമ്മൾ. ഒന്നോടെ ചെയ്തു. ഓക്കെ, പറ. വാട്ട് ഈസ് യുവർ നെയിം? ഒരു സെക്കൻഡ്, ഞാൻ മറ്റേതിൽ വരുന്നുണ്ടോ?
അപ്പം വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോകണേ. നോക്കിക്കോണേ. ഇൻപുട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പ് സ്കില്ലർ. ഓക്കെ, റൺ കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ റൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തില്ല. ഒന്നുകൂടെ കൊടുക്കാം. വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പ് സ്കില്ലർ എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ കൊടുക്കണം. കേട്ടോ, ഹലോ സ്കില്ലർ. ഇവിടെ എന്താ പറ്റിയത്? സ്പേസ് കൊടുത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്പേസ് കൊടുക്കും. എങ്ങനെ സ്പേസ് കൊടുക്കാം? ഡബിൾ. നീ കൊടുത്തു. മക്കളെ ഒരു ഭയങ്കര കോമഡി ആയിരുന്നു. കറണ്ട് പോയി, നമ്മൾ അറിഞ്ഞില്ല. നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടിക്കാൻ പോയിരുന്നല്ലേ. ബാക്കി പോയി എടുത്തിട്ട് അപ്പൊ ഇവിടെ പോയി. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ നേരത്തെ കണ്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹലോ ചേർന്ന് പ്രിന്റ് ആയി അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഇടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, രണ്ട് ഡബിൾ കോട്സിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചു. ഓക്കെ, നമുക്ക് ട്രൈ റൺ ചെയ്ത് നോക്കാം. വാട്ട്സ് നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സനാസ് അടിച്ചു കൊടുത്തു. ഹലോ സനാസ്. നമുക്ക് വേറെ കിട്ടി. ഉദ്ദേശം ഹലോ സനാസ്. ചില്ലായിട്ടിരിക്കും, നമ്മൾ ഇപ്പൊ തീർക്കും. നമുക്ക് നോക്കാം. അടുത്ത് നോക്കാനുള്ളത് സ്ട്രിംഗ് റിപ്പീറ്റീഷൻ ആണ്. ഓക്കെ, സ്ട്രിംഗ് റിപ്പീറ്റീഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങുകൾ നമുക്ക് പ്രിന്റ് ചെയ്യണം. സപ്പോസ് എനിക്ക് സപ്പോസ് എനിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സാധനം പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് പ്ലസ് 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 ഈ സാധനം എനിക്ക് പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെ പ്രിന്റ് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എല്ലായ്പ്പോഴും അത് പോസിബിൾ അല്ലല്ലോ. നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു വഴിയുണ്ട്. നോക്കിക്കോണേ, അല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു 10 സനാസ് കൂടി ഇങ്ങനെ നിരത്തി പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സനാസ് 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 ഇങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേ? അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മക്കളെ പിന്നെ ഒരു ചെറിയ ടെക്നിക്കൽ എറർ. ഓക്കെ, അപ്പോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് കുറെ സ്ട്രിങ്ങുകൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്യണം. ലാസ്റ്റ് ആണ് നിർത്തി നോക്കാം. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ പിന്നെയും വന്നു. പിന്നെയും അറിയത്തില്ല, റെക്കോർഡിങ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്. ഇടയ്ക്ക് കറണ്ട് പോകും, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പോ സപ്പോസ് നമുക്കൊരു പ്രോഗ്രാം എഴുതണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എന്റെ പേര് ഞാൻ തന്നു, എന്റെ പേര് 100 വട്ടം പ്രിന്റ് ചെയ്യണം. കോൺകാറ്റനേഷൻ അല്ല സോറി, സ്ട്രിംഗ് റിപ്പീറ്റീഷൻ. സോറി, സ്ട്രിംഗ് റിപ്പീറ്റീഷൻ. ഓക്കെ, ഓർക്കണം സനാസ്. ഓക്കെ, അപ്പോൾ എന്താണ്, എനിക്കൊരു 100 തന്ന പേര് എനിക്കൊരു 100 വട്ടം അങ്ങ് പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഇരുന്നിട്ട് 100 ടൈപ്പ് ചെയ്യുന്ന വല്ല ഇതാണോ? പറ്റത്തില്ല, അല്ല ഭയങ്കര എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടാവണം. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ നമ്മുടെ ഡ്യൂട്ടി എളുപ്പമാക്കാൻ വേണ്ടി, സിമ്പിൾ ആക്കാൻ വേണ്ടി വഴി ഉണ്ടാവും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. തല നിറച്ചും താരനാണ്. ഓക്കെ, അപ്പോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോർമലി ഇപ്പം പ്രിന്റ് അഹമ്മദ് ടൈപ്പ് ചെയ്യണം. കുഴപ്പമില്ല, അടി ഓക്കെ, നമുക്ക് റൺ ചെയ്യണം. നമുക്കിപ്പം അപ്പം സ്നാസ് എന്ന് വരും. യെസ്, നമുക്ക് ഇപ്പം ഇതേ സ്നാസിനെ നമുക്ക് 10 വട്ടം ആക്കണേല് 10 വട്ടം എനിക്ക് സ്നാസ് വേണം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ സപ്പോസ് 5 വട്ടം. ഓക്കെ, ഇങ്ങനെ പല വട്ടം വരണം. അപ്പം കേട്ടോ, ഇങ്ങനെ 1 2 3 4 5 6 7 വട്ടം 7 വട്ടം. പക്ഷെ ഇത്ര 100 ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആണോ? പോസിബിൾ. അപ്പോ 100 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് ബുദ്ധിമുട്ട് ടു article that. Okay, so we have simple ways. So what is a simple way? You can look man. അപ്പോ സിമ്പിൾ ആയിട്ട് നമ്മുടെ അടിക്കേണ്ട സ്ട്രിങ് ആദ്യം ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു ഇൻറ്റു കൊടുക്കുക. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റു. കാണാൻ പറ്റുന്ന വിചാരിക്കും. ഓക്കെ, ഒരു മറ്റേ മൾട്ടിപ്ലിക്കേഷൻ. നമ്മളിപ്പോ നോർമലി മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഈസാണല്ലോ, പക്ഷെ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ. അല്ല, കീബോർഡിൽ അതേ ഉള്ളൂ. കീബോർഡിൽ അതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻറ്റു 10 കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കാം.
കണ്ടോ സ്നാസ് 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 പ്രശ്നമുണ്ട്. 10. പക്ഷെ എന്താ പ്രശ്നം എന്താ ഗ്യാപ്പ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സ്നാസ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണം അല്ലേ? ഒന്നെങ്കിൽ അത് ചെയ്യാം, മറ്റേ ബ്രാക്കറ്റില് സ്നാസ് ഇട്ടിട്ട് പ്ലസ് ഇതിടാം, പ്ലസ് മറ്റേ 2. അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയാം, വേറൊരു വഴി ഉണ്ടോ, വേറൊരു സിമ്പിൾ വഴി ഉണ്ട്. ഈ സ്ട്രിങ് ഉണ്ടല്ലോ, സ്ട്രിങ്ങിനകത്തൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോ ഇത് ഇത്രയും പ്രിന്റ് ആവും കണ്ടോ, സ്നാസും ഒരു ഗ്യാപ്പും പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് സ്നാസും ഒരു ഗ്യാപ്പും പ്രിന്റ് ആവും, സ്നാസും ഗ്യാപ്പും പ്രിന്റ് ആവും. അതിനകത്ത് അങ്ങനെ ചെയ്യായിരുന്നു. ഞാൻ അത് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ. അതിനകത്തും അങ്ങനെ ചെയ്യാം. ഹലോ ഇട്ടിട്ട് ഒരു ഗ്യാപ്പും കൂടെ പ്രിന്റ് ചെയ്താൽ മതി. മതി. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, റിപ്പീറ്റേഷൻ മനസ്സിലായി. ഇനി നമുക്ക് ഒരു സ്ട്രിങ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം, സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോ ഞാനിപ്പോ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ലെൻ. ഓക്കെ, എന്താണ് അതായത് ഇപ്പോ ഞാനിപ്പോ സനാസ് മെൻഷൻ. ഓക്കെ, how many letters are there? 1 2 3 4 5 characters. So the length of string is 5. Okay, അതാണ് ലെങ്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് 52 ആണെങ്കിൽ 2. ഇപ്പൊ ഞാൻ പറയുകയാണ് a equal to Sanas. Okay, I want to find how many characters are there in A. യിൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം പ്രിന്റ് ലെൻ ഉണ്ടോ. ലെൻ മീൻസ് ലെങ്ത്. ലെങ്തിന്റെ ബ്രാക്കറ്റിനകത്ത് ഏതിലാണോ വേരിയബിൾ ഉള്ളത് അത് കൊടുക്കാം. എ. സോ നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. 5 SANAS. ഒരു എക്സാമ്പിൾ മുമ്പേ സ്പേസ് ഇട്ടില്ല. അപ്പൊ 6 ക്യാരക്ടേഴ്സ്. 10 സനാസ് നോക്കാം നമുക്ക്. 60. 6 ക്യാരക്ടർ 1 2 3 4 5 സ്പേസ് ആകുമ്പോ 6. അതപ്പോ 10 സനാസ് 60 ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ 10 സനാസ് ഇപ്പം സനാസ് നമുക്ക് 5 എണ്ണം എണ്ണാൻ പറ്റും. ഇത് 10 60 ക്യാരക്ടർ നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ലെങ്ത് എത്ര നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് അടിച്ചാൽ ഞാൻ എക്സസൈസ് തരാം. നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ച് ഇതിന് ആൻസർ ചെയ്യാം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നമുക്കൊരു ഇൻപുട്ട് തരുന്നു. ഓക്കെ, യൂസറിനായി നമുക്കൊരു ഇൻപുട്ട് തരുന്നു. ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ലെറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ 1 ഡിജിറ്റ് നമ്പർ ആണോ 2 ഡിജിറ്റ് നമ്പർ ആണോ 3 ഡിജിറ്റ് എത്ര ഡിജിറ്റ് ഉള്ള നമ്പർ ആണ് കണ്ടുപിടിക്കുന്നത്. ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ അസൈൻമെന്റ്. ഓക്കെ, യു ആർ ഗിവൺ എ നമ്പർ. ഓക്കെ, ഞാനിപ്പോ A equal to ഇൻപുട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ നോക്കിയാൽ ഞാനിപ്പോ A ഞാൻ അടിക്കുന്നത് 1 2 3 4. ഇതൊരു 4 ഡിജിറ്റ് നമ്പർ അല്ലേ. എൻ്റർ. ഓക്കെ, അതായത് ഞാൻ ഈ പ്രിന്റ് ചെയ്ത് നോക്കാതെ ഇവിടെ ഞാനിപ്പോ പ്രിന്റ് ആയി കൊടുത്തതിനെ കൊണ്ടാണ് 1 2 3 4 പ്രിന്റ് ആയി കാണിച്ചത്. ഓക്കെ, പ്രിന്റ് ചെയ്ത് നോക്കാതെ ഞാൻ കൊടുത്ത ക്യാരക്ടർ എത്ര ഡിജിറ്റ് ആണെന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞു. ലെങ്ത് യൂസ് ചെയ്ത് ലെങ്ത് യൂസ് ചെയ്ത് പറയാൻ പറ്റത്തില്ലേ? ഒരു നമ്പർ എത്ര ഡിജിറ്റ് ആണെന്ന് ലെങ്ത് യൂസ് ചെയ്ത് പറയാൻ പറ്റത്തില്ലേ? 3 ഡിജിറ്റ് എന്ന് പറയാം. 1 2 ഡിജിറ്റ്. അത് എനിക്ക് മനസ്സിലായി. ഞാൻ ഓപ്ഷൻ തന്നു. ഓക്കെ, ചിന്തിച്ച് ചെയ്യാം. എൻ്റെ ആയിട്ടാ മതിടാ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ല ചിന്തിച്ചു നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലെങ്ത് ഓഫ് സ്ട്രിങ്. മനസ്സിലായല്ലോ, ലെങ്ത് ഓഫ് സ്ട്രിങ് ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ലെങ്തിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. A equal to ഇപ്പം ഞാൻ പറയണ ലെൻ. ഇപ്പോൾ ഞാനിപ്പോൾ ABC ഇങ്ങനെ അടിച്ചാലും ഈ ABC ഉണ്ടല്ലോ, ഈ ബ്രാക്കറ്റിനകത്തുള്ള എന്താണോ അതിൻ്റെ ലെങ്ത് ആവുക. ഇപ്പൊ ABC സ്ട്രിംഗ് കൊടുത്തു ഡബിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തോ ABC ആണ് സ്ട്രിംഗ്. അപ്പൊ ABCയുടെ ലെങ്ത് Aക്കകത്തൊന്നിരിക്കും, ABCയുടെ ലെങ്ത് Aക്കകത്തൊന്നിരിക്കും. കണ്ടോ? അപ്പോ റൺ ചെയ്യാണ്ട് പ്രിന്റ് ചെയ്തില്ല, A പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്യുന്ന പ്രിന്റ് എന്ന് കൊടുക്കട്ടെ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇൻപുട്ട് എടുക്കുമ്പോൾ, സാധാരണയായിട്ട് ഇൻപുട്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടെ വരുന്നത്, ഞാനിത് കോഡ് അടിക്കുമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇൻപുട്ട് അടിക്കുമ്പോൾ ആ ഇൻപുട്ടിനെ എപ്പോഴും സ്ട്രിങ് ആയിട്ടാണ് നമ്മുടെ പൈത്തൺ എടുക്കുന്നത്.
ഇപ്പൊ ഞാൻ ഇൻപുട്ടിനകത്ത് 1 2 3 എന്ന് കൊടുത്താലും ആ പൈത്തൺ അത് എടുക്കുന്നത് സ്ട്രിംഗ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. 1 2 3 സ്ട്രിംഗ്, മറ്റേ ഡബിൾ കോഡ്സിനകത്ത് 1 2 3 ആയിട്ട് എടുക്കുന്നത്. സപ്പോസ് നമുക്ക് എന്ത് വേണം, നമുക്ക് ആ ഒരു സ്ട്രിങ്ങിനെ ഇന്റ് ആക്കി മാറ്റണം, ഇന്റിജർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാമോ? ഓക്കെ, ഞാൻ കാണിച്ചത്. അതായത് ഇൻപുട്ടുകളെല്ലാം സ്ട്രിംഗ് ആയിട്ട്, ഇപ്പൊ ഇന്റിജർ കൊടുത്താലും സ്ട്രിംഗ് കൊടുത്താലും ക്യാരക്ടർ കൊടുത്താലും ഫ്ലോട്ട് കൊടുത്താലും എന്ത് കൊടുത്താലും സ്ട്രിംഗ് ആയിട്ടായിരിക്കും പൈത്തൺ എടുക്കുക ഇൻപുട്ടിനകത്ത്. ഓക്കെ, അതിനെ നമുക്ക് ശരിക്കും അതിനെ ഇന്റിജർ ആയിട്ടാണ് കൊടുക്കേണ്ടത്. A equal to input. ഓക്കെ, പ്രിന്റ് A. ഇപ്പൊ എന്താ വരിക നോക്കിക്കോണം. ഞാനിപ്പോ 3 കൊടുത്തു, 5 കൊടുത്തു എന്ന് വിചാരിച്ചു. പ്രിന്റ് 5 വന്നു, കുഴപ്പമില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ ഈ എയുടെ കൂടെ 2 കൂട്ടാൻ പോണേ. നോക്കിക്കോണേ, B equal to A plus 2. A എന്ന് പറഞ്ഞാൽ എത്ര? 3 അല്ലേ? നീ പറഞ്ഞ 5. സോറി, 5. 5ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാൻ കൂട്ടുക? 2 കൂട്ടാൻ പോകും. അപ്പൊ 7 കിട്ടണ്ടേ? 7 കിട്ടണ്ടേ? പ്രിന്റ് B. ശരിക്കും എന്താണ് A plus 2? നമ്മൾ കൊടുക്കണം. 5 കൊടുത്തു. ടൈപ്പ് ക്യാൻ ഓൺലി കോൺകാറ്റിനേറ്റ് സ്ട്രിംഗ് നോട്ട് ഇന്റ്. അതായത് ഈ വന്ന A ഉണ്ടല്ലോ, അത് സ്ട്രിംഗ് ആണ്. നമ്മൾ ഇൻപുട്ട് എന്ന് മാത്രമല്ല ഇവിടെ കൊടുത്തോളൂ. അപ്പൊ നമ്മൾ 5 എന്ന് അടിച്ചാലും പൈത്തൺ എന്താ വിചാരിക്കുക? ഡബിൾ കോഡ്സിൽ 5. പൈത്തൺ എന്താ വിചാരിക്കുക? ഡബിൾ കോഡ്സിൽ 5 സ്ട്രിംഗ് എന്നാ വിചാരിക്കുക. അപ്പോ സ്ട്രിങ്ങിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രിങ്ങിന്റെ കൂടെ ഒരിക്കലും നമുക്ക് ഇന്റിജർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്റിജറിനോട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്റിജറിനോട് ഇന്റിജർ ആഡ് ചെയ്യാൻ പറ്റും, സ്ട്രിങ്ങിന്റെ കൂടെ സ്ട്രിംഗ് കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്റിജറും സ്ട്രിംഗോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് സപ്പോസ് നമുക്ക് ഇതിന്റെ സമ്മ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇൻപുട്ടിനെ, ഈ കൊടുത്ത ഇൻപുട്ടിനെ നമ്മൾ ഇന്റ് ആക്കി മാറ്റണം. അതിനുവേണ്ടി ഇന്റ് ഒരു ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് കൊടുക്കുക. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, ഈ ഇൻപുട്ട് എടുക്കുന്ന സാധനം ആദ്യം എന്താക്കി മാറ്റും? ഇന്റ് ആക്കി മാറ്റും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? എയിൽ സ്റ്റോർ ചെയ്യും. അതാ നമ്മളിപ്പോ ഇന്റ് ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഇന്റിജർ കൊടുത്തില്ലെങ്കിൽ ഇപ്പം സ്ട്രിംഗ് ആയിട്ടായിരിക്കും വിടുന്നത്. സ്ട്രിങ്ങും ഇന്റിജറും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇന്റ് എന്ന് ഇപ്പം ആദ്യം റീഡ് ചെയ്യുന്നത് എന്താണ്? ഇന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇന്റ് ആണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ആ ഇന്റിജറും ഒക്കെ ഇനി വരാൻ പോകുന്ന ഇന്റിജറോട് ഇനി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോ 5 കൊടുക്കുവാണ്. എന്റെ ഇൻപുട്ട് ചോദിച്ചു, ഞാൻ 5 കൊടുക്കുവാണ്. മനസ്സിലായി? അപ്പോ ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ഇന്റിജർ ആക്കി മാറ്റണമെങ്കിൽ അതിനെ ഇന്റിനകത്ത് കൊടുത്താൽ മതി. സ്ട്രിങ്ങിനെ ഇൻപുട്ട് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇനി വേറെ ഇങ്ങനെയും ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതാണ്ട് ഇപ്പോ ഞാൻ പറയാണ്, ഞാൻ ഒന്നുകൂടെ കൊടുക്കണേ. A equal to int A ഇങ്ങനെ കൊടുത്താലും മതി. ഇപ്പൊ എന്തോടെ നടക്കുന്നത്? എയിനകത്തുള്ള വാല്യൂവിനെ ഇന്റിജർ ആക്കി മാറ്റി. എന്നിട്ട് അത് എന്ത് ചെയ്തു? എക്ക് അത് സ്റ്റോർ ചെയ്യും. ഞാനത് നിങ്ങൾ ആ ടാബ് വെച്ച് കാണിച്ചുതരാം. വെയിറ്റ്. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്തത്, ഇപ്പോൾ ഞാൻ A equal to ഇൻപുട്ട് ഓക്കെ കൊടുത്തു. A equal to ഇൻപുട്ട് കൊടുക്കുക. അതിനർത്ഥം എന്താ? നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്ത വാല്യൂ 5 ആണെന്ന് വിചാരിച്ചോ. ഈ 5 എന്ന് പറഞ്ഞാൽ അവരെന്തായിട്ട് എടുക്കുക? സ്ട്രിംഗ് 5 ആയിട്ട് എടുക്കുക. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ എയ്ക്കകത്തുണ്ട്. ഇപ്പോൾ എയ്ക്കകത്തിരിക്കുന്ന വാല്യൂ എന്തോ 5, സ്ട്രിംഗ് 5. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? അടുത്ത ലൈനിൽ A equal to A equal to തന്നെ കൊടുക്കാം നമുക്ക് വേണം. ഓക്കെ, A കാരണം അപ്ഡേറ്റ് ചെയ്യാലോ. ഇന്റ് A എന്ന് കൊടുക്കുകയാണ്. ഇതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലിരിക്കുന്ന വാല്യൂ എന്തോ? ഇന്റിജർ 5, സോറി സ്ട്രിംഗ് 5. അതിനെ നമ്മൾ ഇന്റ് ആക്കി മാറ്റും. അപ്പൊ 5 ഇന്റിജർ ആക്കും. 5 ആയി. അപ്പോൾ ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യും? എക്കകത്ത് കൊടുക്കും. ഇനി ഇപ്പൊ ഇതിനകത്തുള്ള എയുടെ വാല്യൂ എന്തോ? 5. അപ്പൊ ആദ്യത്തേനകത്ത് സ്ട്രിംഗ് 5 ആണ്, ഇത് സ്ട്രിംഗ് ആണ്. ഓക്കെ, പക്ഷെ പിന്നെ നമ്മൾ ഇന്റ് കൊടുത്തപ്പം അത് ഇന്റിജർ ആക്കി. ഇപ്പൊ വെറും 5 ആണ്. ഈ 5ഉം 2 കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ സ്ട്രിംഗ് 5ഉം 2 കൂടെ ആഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി ഇത് ഒറ്റ സ്റ്റെപ്പിലാക്കിയതാണ് ഞാൻ ആദ്യം കാണിച്ചത്. എന്ത് ചെയ്യാ? നോക്ക് A equal to ഇന്റിനകത്ത് ഇൻപുട്ട് എടുക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇൻപുട്ട് എടുക്കുന്ന വാല്യൂ അത് സ്ട്രിംഗ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ സപ്പോസ് സ്ട്രിംഗ് 5 ആയിരിക്കും. അത് ഇന്റ് ആക്കി മാറ്റും. ഇന്റ് എക്കകത്ത്. മറ്റേ ഫസ്റ്റ് ഇൻപുട്ട് എടുത്തിട്ട് പിന്നെ ഇന്റ് ആക്കണം. ഇത് ഒറ്റ അടിക്കല്ല, എഴുതി ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ പൈത്തൺ മാർക്കറ്റിൽ ഉള്ള സാധനം നിങ്ങൾ നമ്മൾ ഉടനെ ടാസ്കുകൾ തരും. അതിനെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോ സ്കൂളിൽ ചെയ്യുന്നത് എന്താ? കുറെ തിയറി ഒക്കെ പോവാ, മറക്കുക, എക്സാം തലേന്ന് പഠിക്കുക. അതെല്ലാം നമുക്ക് വേണം. ഇവിടെ എഡ്യൂക്കേഷൻ ഇല്ല. അതുകൊണ്ട്
ലൈഫിൽ യാതൊരു ഉപകാരം പെടുത്തില്ല. മക്കളെ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ സീരിയസ് ആണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മൊബൈലിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് കീബോർഡ് വാങ്ങാൻ കിട്ടും അല്ലെ, ചെറിയ പൈസ കീബോർഡ് വാങ്ങാൻ കിട്ടും. OTG കണക്ടറും വാങ്ങാം. കീബോർഡ് OTG കണക്ടറും വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ ഇവിടെ വെച്ചോണ്ട് നമുക്ക് കീബോർഡ് തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. കീബോർഡ് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മൊബൈൽ ഇപ്പോൾ അതിന് പറ്റാത്ത മൊബൈൽ തന്നെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, മൊബൈൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഒക്കെ മീൻസ് ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് ലൈനിൽ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററിനകത്ത് രണ്ടാം ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നൊരു ചെറിയൊരു കീബോർഡ്, വലിയ എമൗണ്ട് ഒന്നും ആവില്ല, 500 താഴെ ആവത്തുള്ളൂ. അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് പഠിക്കും. ഓക്കെ, എന്തായാലും നാളത്തേക്ക് അത്യാവശ്യമുള്ള സ്കില്ലാണ് മക്കളെ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്പ് എടുത്ത് നോക്കുക, അതെല്ലാം പൈത്തൺ വെച്ച് നിർമ്മിച്ചേക്കാണ്. അതിന്റെ ബേസിക്സ് ആണെങ്കിൽ അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ഏത് ഇതാണെങ്കിലും, ആർട്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പൈത്തൺ ആവശ്യമില്ല. ഓട്ടോമേഷൻ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ കൊമേഴ്സ് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അക്കൗണ്ട് മാനേജ് ചെയ്യേണ്ടി വരും. അക്കൗണ്ട് മാനേജ് ചെയ്യുമ്പോൾ എക്സൽ ഷീറ്റ് എടുക്കേണ്ടി വരും. അതിനകത്ത് ഒരുപാട് ഓട്ടോമേഷൻസ് ഉണ്ട്. അത് പൈത്തൺ പോലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വർക്ക് ആവുന്നത്. ഇപ്പൊ ഈ പൈത്തൺ പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പം ഏത് ഈ ഒരു ലോജിക്ക് കത്തോടാ. ഇപ്പൊ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്താലും ഇത് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഒരാള് ഇപ്പൊ എനിക്ക് കോഡ് അറിയത്തില്ല, ഞാനൊരു AI വെച്ചൊരു ആപ്പ് ബിൽഡ് ചെയ്യുന്നതും സനാസിന് കോഡ് അറിയാം. ഇവനൊരു AI വെച്ച് ആപ്പ് ബിൽഡ് ചെയ്യുന്നത് രണ്ടോ. കാരണം ഇവന് ഐഡിയ ഉണ്ട്, ഇതിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഐഡിയ ഉണ്ടോ. സോ നമുക്ക് കഴിയാതെ മക്കളെ ഒരു അസൈൻമെന്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എടുക്കണം. ഓക്കെ, നമ്മുടെ പേര് ഇൻപുട്ട് എടുക്കണേ. യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു പേര് ഇൻപുട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. സ്റ്റാർ. നിങ്ങൾ ഇൻപുട്ട് എടുത്ത പേരുണ്ടല്ലോ, ആ പേര് ഇവിടെ വരണം. പിന്നെ സ്റ്റാർ. റൈറ്റ്, ഇത് ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ടോ? ഇത് ഔട്ട്പുട്ടാണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് നമ്മുടെ പേര് ഇൻപുട്ട് ചെയ്യുക. പേര് ഇൻപുട്ട് ചെയ്തപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം Z = ഇൻപുട്ട് അടിക്കുക. ഞാനിപ്പോ ഇൻപുട്ട് സനാസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കണം? എത്ര? 4 സ്റ്റാർ സനാസ് 4 സ്റ്റാർ. ഇതായിരിക്കണം എൻ്റെ ഔട്ട്പുട്ട്. അസൈൻമെന്റ് ആണോ? ഓക്കെ, ചെയ്യണം. സിമ്പിൾ ആണോ? ആലോചിച്ച് കിട്ടും. സിമ്പിളാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചോദിച്ചാൽ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ചോദിക്കണം. ഇവിടെ ഞാൻ പറയും, നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്ന് ചെയ്യാതിരിക്കല്ലേ. എനിക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് വന്നാലും അങ്ങനെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പം മാക്സിമം മെന്റേഴ്സ് ചോദിക്കുക, അവരെ മാക്സിമം യൂസ് ആക്കുക. എന്ത്